എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമുള്ള നാമത്തിൽ വന്ദനങ്ങളെ അറിയിക്കുന്നു. നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തിന് സകല മഹത്വവും കൊടുക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കും. അത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നപ്പോൾ നമ്മുടെ ഉള്ളിലെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ നാം ദൈവത്തിൻ്റെ വചനം വായിക്കണം, ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുവാനിടയായിത്തീരും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെ മൂടുന്നു. എല്ലാ ദുഷ്ടവ്യാപാരങ്ങളും മാറിപ്പോകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയം. ദൈവത്തിൻ്റെ വചനം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക്, അടിയൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. ഇൻ ജീസസ് നെയിം വി പ്രേ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു സ്പിരിച്വൽ ക്രൈസിസ് എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിലാണെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുന്നു, ആവശ്യമുള്ള കാര്യങ്ങൾ മാറ്റിവെക്കുന്നു. സമൂഹത്തിൽ നോക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പാപം പെരുകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ചോദിച്ചേക്കാം, ഇതിനൊരു ഉത്തരമില്ലേ എന്ന് ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വന്നേക്കാം. എന്നാൽ അതിനൊരു ഉത്തരം 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ ഉത്തരമുണ്ട്. അതിങ്ങനെയാണ്: എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. നാം ആയിരിക്കുന്ന ദേശത്ത്, നാം ആയിരിക്കുന്ന സമൂഹത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു വിടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ നാം അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, നാം ഒന്നാമത് ചെയ്യേണ്ടത് ഈ ഒരു വചനമാണ്. നമ്മളെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തുക, നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദാറ്റ് മീൻസ് ഫസ്റ്റ് പ്രയോറിറ്റിയും ഫൈനൽ അതോറിറ്റിയും യേശു കർത്താവിനും ദൈവത്തിൻ്റെ വചനത്തിനും കൊടുക്കുക. അങ്ങനെ നാം ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ ഉള്ളിൽ അത് വ്യാപരിക്കും. കാരണം വിശ്വാസമാണ് നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം തന്നെ വിശ്വാസത്തിൻ്റെ ജീവിതമാണ്. വി വാക്ക് ബൈ ഫെയ്ത്ത്, നോട്ട് ബൈ സൈറ്റ്. നാം വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വർദ്ധിപ്പിക്കണമെങ്കിൽ നാം ദൈവത്തിൻ്റെ വചനം വായിക്കണം. പ്രാർത്ഥിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കണം. അപ്പോൾ അത് നമ്മളോട് സംസാരിക്കും. നമുക്കറിയാം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ആ വചനമാണ് നമ്മുടെ ഇടയിൽ പാർത്തത്. അപ്പോൾ യേശു കർത്താവിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ നമ്മളോട് പലരും പല രീതിയിലും നമ്മളോട് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, എനിക്ക് വളരെ കഴിഞ്ഞ ദിവസം യേശു ദൈവമാണോ എന്ന് ഒരു ചോദ്യം കുറേ സഹോദരന്മാർ അവർക്ക് അറിവില്ല, അറിയുവാൻ ആഗ്രഹം ഉള്ളവരും തർക്കിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എൻ്റെ ചുറ്റും കൂടിയിട്ട് എന്നോട് ചോദിച്ചു, യേശു ദൈവമാണോ എന്ന്. ഞാൻ പറഞ്ഞു, യേശു ദൈവമാണ്. പിന്നെ ഇത് മനസ്സിലാക്കുവാനുള്ള ഒരു കൃപ അവർക്ക് ഒരുപക്ഷെ ഇല്ലായിരിക്കാം. എന്നാൽ നമുക്കൊരു ദൗത്യമുണ്ട്. നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാം. അവർ മറ്റൊരു സമൂഹത്തിലോ മറ്റൊരു വിശ്വാസത്തിലോ പിറന്നു വീണവരാണ്. അവർക്കിത് പറഞ്ഞു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്നാൽ അവരോട് നമുക്കൊരു കാര്യം പറയാം: ഞങ്ങൾ ബൈബിളിൽ വിശ്വസിക്കുന്നു, 1. 2, നിങ്ങൾക്കിത് എടുക്കാം, നിരാകരിക്കാം. ബൈബിൾ തന്നെ പറയുന്നതല്ലേ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാവരും എല്ലാം ഏറ്റെടുക്കണമെന്നില്ല. വിത്ത് ചെന്ന് പല സ്ഥലങ്ങളിൽ വീഴും. ഈവൻ നമ്മുടെ ചർച്ചകൾക്കുള്ളിൽ പോലും നല്ല നിലത്ത് വീഴാതെ വിത്തുകൾ, വചനം എത്രമാത്രം അവിടെ എവിടെയും പോയി വീണ് അത് ഞെരിഞ്ഞ് മുള്ളുകളും മറ്റും ഞെരിച്ച് കളഞ്ഞത് കാണാം. ഓക്കെ, ഞാൻ എൻ്റെ പോയിന്റിലേക്ക് കടന്നു വരട്ടെ. ഞാൻ അവരോട് ചോദിച്ചു, അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഞാൻ തിരിച്ചവരോട് ഉത്തരമൊക്കെ പറഞ്ഞു. യേശു ദൈവമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോകും. കാരണം ബൈബിൾ പറഞ്ഞിരിക്കുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല.
ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ ചെല്ലുന്നില്ല, ഞാനും പിതാവും ഒന്നാകുന്നു. തീത്തോസിൻ്റെ പുസ്തകത്തിൽ എഴുതിയേക്കുന്നു മഹാദൈവം എന്ന് എഴുതിയേക്കുന്നു. എന്നാൽ അവർ അങ്ങനെയുള്ള സഹോദരന്മാർ, ഞാൻ വളരെ സ്നേഹത്തോടുകൂടി പറയട്ടെ, അവർ നമ്മളോട് ചോദിക്കും, യേശു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ യേശു ദൈവമാണെന്ന്? അപ്പോൾ നമുക്കത് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ അതിൻ്റെ ഉത്തരം അവിടെ കിടപ്പുണ്ട്. യേശു ദൈവപുത്രനാണോ എന്നുള്ള ഒരു ചോദ്യം, അതിൻ്റെ ഒരു ഉത്തരത്തിനു വേണ്ടി കൊടുക്കുവാൻ കാത്തിരിക്കുന്ന, കർത്താവിനെ കൊല്ലുവാൻ കാത്തിരിക്കുന്ന ഒരു സമൂഹം, അതിൻ്റെ നടുക്ക് കർത്താവ് നിൽക്കുകയാണ്. നമുക്കറിയാം യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന പർപ്പസ് തന്നെ അതാണ്. പൂർണ്ണ മനുഷ്യനായി പൂർണ്ണ ദൈവമായി സൈഡ് ബൈ സൈഡ് ഈ ഭൂമിയിൽ ജീവിച്ചു. പൂർണ്ണ മനുഷ്യനായിട്ട് തന്നെ ജീവിച്ചു, പൂർണ്ണ ദൈവമായിട്ട് ജീവിച്ചു. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റ് അത് മാത്രമല്ല. അപ്പോൾ അതിന് രണ്ടിനും തെളിവുണ്ടോ എന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ, സ്നേഹബുദ്ധിയാൽ യേശു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ദൈവപുത്രനാണെന്ന്? പിശാചു പറഞ്ഞിട്ടുണ്ട് ഇത് ദൈവപുത്രനാ, മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഇത് ദൈവപുത്രനാ, ഇതെല്ലാം നമ്മൾക്കറിയാം. എന്നാൽ യേശു പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 66-ാമത്തെ വാക്യം മുതൽ, നേരം വെളുത്തപ്പോൾ ജനത്തിൻ്റെ മൂപ്പന്മാരായ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും വന്നുകൂടി അവനെ ന്യായാധിപ സംഘത്തിൽ വരുത്തി, നീ ക്രിസ്തുവെങ്കിൽ ഞങ്ങളോട് പറക എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ ഉത്തരം പറയുമില്ല. 69, എന്നാൽ ഇന്നു മുതൽ മനുഷ്യപുത്രൻ, സൺ ഓഫ് മാൻ അവിടെ പറഞ്ഞിരിക്കുന്ന മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്തുഭാഗത്ത് ഇരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ നീ ദൈവപുത്രൻ തന്നെയോ എന്ന് എല്ലാവരും കൂടെ ചോദിക്കുകയാണ്. മനുഷ്യപുത്രൻ എന്നുള്ളത് അവർക്ക് വിഷയമല്ല, അവർക്കറിയേണ്ടത് ദൈവപുത്രനാണോ അല്ലയോ എന്നുള്ളതാണ്. കർത്താവിനോട് ചോദിച്ചു, എന്നാൽ നീ ദൈവപുത്രൻ തന്നെയോ എന്ന് എല്ലാവരും ചോദിച്ചതിന്, നിങ്ങൾ പറയുന്നത് ശരി, ഞാൻ ആകുന്നു. അയാം, എക്സോഡസിലുള്ള അയാം. നേരെ നിങ്ങൾക്ക് എക്സോഡസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും കാണാം അയാം. ആ സെയിം വാക്ക് അയാം. റെവലേഷനിൽ പോയാൽ കാണാം അയാം. ഇവിടെ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, ഞാൻ ദൈവപുത്രനാകുന്നു. കർത്താവ് നേരത്തെ പറഞ്ഞു ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന്. എന്നാൽ ഇത് അനേകർക്ക് അത് മനസ്സിലായിട്ടില്ല. കാരണം അതിൻ്റെ സത്യാവസ്ഥ ഇതാണ്, ഈ ലോകത്തെ സൃഷ്ടിക്കുവാൻ എൻ്റെ ദൈവത്തിന് വെറും വാക്കുകൾ മാത്രം മതിയായിരുന്നു. ഉളവായി അങ്ങനെ അങ്ങ് ഉളവായി. ആ വാക്കുകൊണ്ട് റിട്ടേൺ വേർഡ് അല്ല എഴുതി, നമുക്ക് നമ്മുടെ ബൈബിളുണ്ട്, ഇതേ തിരുവചനം അത് തന്നെ സംഭവിച്ചു നമുക്കറിയാം. എന്നാൽ എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിന്, ഈ ദൈവത്തിന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരണമായിരുന്നു. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എല്ലാ മതങ്ങളിലും നോക്കിയാൽ കാണാം. ദിസ് ഈസ് ദ ഒറിജിനൽ. എല്ലായിടത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം നല്ല കാര്യത്തിന് എപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. എന്നാൽ സഹോദര സഹോദരി, ഈ ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്ന ആയുസ് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് നാം നമ്മുടെ കുറ്റങ്ങളെ കുറവുകളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുക. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാട് കുറ്റങ്ങളും കുറവുകളുള്ള മനുഷ്യരാണ്. എന്നാൽ ദൈവം നീതീകരിച്ചതിനെ ആർ കുറ്റം വിധിക്കും? നമ്മളെ ഓർക്കണം, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവം ക്ഷമിച്ചു, അത് മായ്ച്ചു കളഞ്ഞു. ദൈവം പിന്നെ അത് ഓർക്കുന്നില്ല. മനുഷ്യനോർത്തേക്കാം, സമൂഹം ഓർത്തേക്കാം, അതൊരു ലേബൽ എൻ്റെയും നിങ്ങളുടെയും മേൽ ഒട്ടിച്ചു വെച്ചേക്കാം. എന്നാൽ ദൈവം അതെടുത്ത് മാറ്റി. കർത്താവ് പറഞ്ഞു, ഇത് എനിക്കുള്ള എൻ്റെ സ്വന്തമാണ്. നമുക്കറിയാം ഉപമകളിലൂടെ പറഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയിൽ യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അത് പറഞ്ഞു കൊടുത്തു. പ്രോഡഗൽ സൺ, മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ, അവനെല്ലാം നശിപ്പിച്ച് മടങ്ങി വന്നപ്പോൾ അവനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മളവിടെ കാണുന്നത്. പട്ടണത്തിലെ പാപിനിയായ സ്ത്രീ, അതുപോലെ തന്നെ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്ന സഹോദരി, ഇവരെയൊക്കെ ദൈവം സ്നേഹിക്കുകയും അവരെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കാണാതെ ഇതിനെ തിരഞ്ഞു രക്ഷിപ്പാനാണ് ദൈവത്തിന് വന്നത്. നമുക്കറിയാം നമ്മുടെ ചുറ്റും പാപം കൊടികുത്തി വാഴുന്നുണ്ട്. ഞാനതാണ് ആദ്യം നിങ്ങളോട് പറഞ്ഞ വാക്യം. എന്നാൽ ദൈവമക്കളെ, നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തണം, ഹമ്പിളാകണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദേശത്തിന് ദൈവം സൗഖ്യം വരുത്തും. ഞാനിങ്ങനെ ഒരു ദർശനം കാണുവാനിടയായി തീർന്നു. ഞാനായിരിക്കുന്ന സ്ഥലത്ത് ഈ സ്ട്രീറ്റുകളിൽ വലിയ ഉണർവ് നടക്കുന്നു. മെഗാ ചർച്ചുകളിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങി ആ സ്ട്രീറ്റിൽ നടക്കുന്ന ആ വലിയ ഒരു ഉണർവിലേക്ക് വരുന്നു.
ഒരു വലിയ ഉണർവ് നടക്കുന്നു. അനേകർ ഈ നദി ചെന്ന് ചേരുന്നിടത്ത് അനേകർ ചെന്ന് ചേരുന്ന പോലെ ഈ ആത്മനദിയുടെ പ്രവാഹത്തിലേക്ക് അനേക ജനങ്ങൾ ഇറങ്ങി വരുന്നത് ഒരു കാഴ്ച ഞാൻ കണ്ടു. പ്രൈസ് ഗോഡ്. ഞാൻ ദൈവത്തെ സ്തുതിച്ചു. കാരണം ഇതൊരു അന്ത്യ സമയമാണ്, എൻ ടൈമാണ്. അനേകരുടെ വിശ്വാസം തണുത്തു പോകുമ്പോൾ അനേകരെ ദൈവം ഉയർപ്പിച്ച് ഒരു അന്ത്യകാല സുവിശേഷത്തിൻ്റെ വേല ഇവിടെ നടക്കുന്നുണ്ട്. അനേകർ തിരിച്ചറിയും, ആത്മശക്തിയുള്ളവൻ തിരിച്ചറിയും, പരിശുദ്ധാത്മാവുള്ള വ്യക്തി തിരിച്ചറിയും. ഈ സമയങ്ങൾ നാം ജീവിക്കുന്നത് അന്ത്യകാലത്തിൻ്റെ അന്ത്യ നിമിഷങ്ങളിലാണ്. എന്നാൽ ദൈവവുമായി വ്യക്തിപരമായി ബന്ധമുള്ളവർ, എന്നെ കേൾക്കുന്നവരും ഞാൻ ഉൾപ്പെടെ തന്നെ ദൈവത്തിൻ്റെ സന്നിധി നമ്മളെ തന്നെ താഴ്ത്തുക. കളിപ്പിക്കലും വഞ്ചനയും ചതിയും ക്രിസ്തീയ മാർഗത്തിൽ മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് വിട്ടുകളയുക, ദൈവത്തിൻ്റെ സന്നിധി ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മളാരും പെർഫെക്റ്റ് അല്ല. ഒരൊറ്റ വാക്ക് മതി, കർത്താവേ എന്നോട് ക്ഷമിക്കണമെന്ന്. ദാറ്റ് വൺ വേർഡ് ക്യാൻ ചേഞ്ച് യുവർ ഡെസ്റ്റിനി. ദാറ്റ് വൺ വേർഡ് ക്യാൻ ചേഞ്ച് യുവർ ഡെസ്റ്റിനേഷൻ. ആ ഒറ്റ ഒരു വാക്ക് മതി നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ. ഐ ആം സോറി, ദൈവമേ, ഐ മേഡ് സോ മെനി മിസ്റ്റേക്സ്. അവർ ഒറ്റ വാക്ക് മതി, യേശുവേ എന്നോട് ക്ഷമിക്കണമേ എന്ന്. ഞങ്ങൾ ഈ സ്ട്രീറ്റ് ഇവാഞ്ചലിസ്റ്റിന് പോകുമ്പോൾ ഞങ്ങൾ പല കാഴ്ചകൾ കാണും. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ തന്നെയൊന്നുമല്ല പോകുന്നത്, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന അനേകരുണ്ട്, മറ്റ് ചർച്ചുകളിൽ നിന്നുള്ളവർ വരുന്നുണ്ട്. ഐ അപ്രീഷിയേറ്റ് ഓൾ ഓഫ് ദം. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് മറ്റു മതത്തിലുള്ളവർ ഒക്കെ ഉണ്ട്, ഉപദ്രവിക്കുന്നവരുണ്ട്, കല്ലെടുത്തെറിയുന്നവർ. നിങ്ങൾ ഓർക്കണം, അമേരിക്ക എന്ന് പറയുമ്പോൾ മറ്റു രാജ്യങ്ങളിലുള്ളവർക്കെല്ലാം വെൽക്കം. ഇവിടെ വരാം, വന്ന് അവർക്കിവിടെ അവരുടെ സ്വന്തം നാടുപോലെ ഇവിടെ ജീവിക്കാം. കാരണം ഇത് ഒരു പ്രാർത്ഥിച്ച് തുടങ്ങിയ ഒരു രാജ്യമാണ്. അതിൻ്റെ ഒരു നന്മ ഇവിടെ കിടപ്പുണ്ട്. ആ നന്മകളൊക്കെ എൻജോയ് ചെയ്യുമ്പോൾ തന്നെ ബൈബിളിനെയും യേശുവിനെയും തള്ളിപ്പറയുന്നവരെ നമുക്ക് കാണാം, ക്രിസ്തീയ മാർഗത്തെ ഉപദ്രവിക്കുന്നവരെ നമുക്ക് കാണാം. പഴയ പോലെയല്ല, കാര്യങ്ങളൊക്കെ വളരെ മാറ്റം വന്നിരിക്കുന്നു. പാപം പച്ചവെള്ളം പോലെ പാപത്തെ കുടിക്കുന്ന നമുക്ക് കാണാം. നൈറ്റ് ക്ലബ്ബുകളിലൊക്കെ പോയി ഇഷ്ടംപോലെ തോന്നിവാസം ജീവിച്ചാലും ആ ക്ലബ്ബുകൾ തന്നെ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുണ്ട്. അതിനുശേഷം അവരെ വീട്ടിൽ കൊണ്ടിടും. അർദ്ധനഗ്നരും പൂർണ്ണനഗ്നരുമായിട്ട് ഒരു കാരണവശാലും അങ്ങോട്ട് പോകുവാൻ പോലും കഴിയാത്ത ബാറുകളും ഡാൻസുകളും നിറഞ്ഞ തെരുവുകളുണ്ട്. എന്നാൽ അവിടെ സുവിശേഷവുമായി നിൽക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനാണ് മനുഷ്യപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ കൂടെയുള്ള സഹോദരന്മാരും മറ്റു ചർച്ചിലുള്ളവരും ഒക്കെ പോവുകയും ട്രാക്റ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അവിടെ മറ്റുള്ള ഭീഷണികൾ അവർക്കുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ഞങ്ങളവിടെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുമ്പോൾ തന്നെ വലിയൊരു കല്ല് വന്ന് വീണു. അത് ആക്ച്വലി എൻ്റെ വൈഫ് എൻ്റെ നേരെയാണത് വന്നത്. എന്നാൽ യാതൊരു അപകടവും കൂടാതെ ദൈവം സൂക്ഷിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിശാച് അതിൻ്റെ സർവ്വ ബലവും എടുത്തുകൊണ്ട് പോരാടുമ്പോൾ ദൈവം നമ്മളെ കാണിച്ചൊരു ദർശനമുണ്ട്. ദൈവം നമുക്ക് തന്നൊരു ദർശനമുണ്ട്. ഉണർവ് നടക്കും, ലോകം മുഴുവൻ ഉണർവ് നടക്കും. നാം പ്രതീക്ഷിക്കാത്ത പലരും, നാം എഴുതി തള്ളിയ പല രാജ്യങ്ങളിലുമുള്ളവർ യേശുവിനെ കാണും. കാരണം ഇത് അന്ത്യകാലമാണ്. സ്വപ്നങ്ങൾ കാണും, ദർശനങ്ങൾ കാണും, ദൈവിക വെളിപ്പാടുകൾ കാണും. അനേകർ ഉണരും. എന്നാൽ ഒരു വശത്ത് കൂടി ഒരുപാട് പേരുടെ വിശ്വാസം തണുത്തു പോകുവാനിടയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. നാം നമ്മെ തന്നെ സൂക്ഷിക്കുക. നെഗറ്റീവ് പറയുകയും ദൈവനാമത്തിനെതിരായി പറയുകയും ചെയ്യുന്ന ദൈവമക്കളെന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ ഒരകലം പാലിക്കുന്നത് വളരെ നല്ലതാണ്. ആമേൻ. ഞാൻ ആരെയും വിധിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ വളരെ സ്നേഹത്തോട് പറയട്ടെ, ഒരു ഉണർവ് ലോകമെങ്ങും പൊട്ടിപ്പുറപ്പെടും. അതിൻ്റെ അകത്തൊരു ഭാഗവാക്കാകണമെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ത്യയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി നാം പോലും അറിയാതെ പല സിറ്റികളിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. യോഗങ്ങൾ ക്രമപ്പെടുത്തുന്നവരുണ്ട്. ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ വചനം അത് വെറുതെ തിരിച്ചു വരത്തില്ല. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക. അപ്പം ഇത് ഹല്ലേലൂയ, ജീവന്റെ അപ്പം. ഈ കർത്താവിനെ നാം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. ഈ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഇതിൻ്റെ ബാക്കി ഹല്ലേലൂയ ഉണ്ടെങ്കിൽ, ഈ മാംസത്തിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അത് കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന അനേകർ, അത് എനിക്കും നമ്മുടെ കുടുംബത്തിനും മാത്രമല്ല, ഈ കവനന്റിൽ, ഈ ബ്ലഡ് കവനന്റിൽ ഹല്ലേലൂയ അതിൻ്റെ ബാക്കി, ആ അറുക്കപ്പെട്ട അല്ലെങ്കിൽ ആ പെസഹ കുഞ്ഞാടിൻ്റെ രക്തവും മാംസവും ആഗ്രഹിക്കുന്നവർ ജയിലറകളിലുണ്ട്.
തെരുക്കോണുകളിലുണ്ട്, തെരുവുകളിലുണ്ട്. അവർക്കിത് കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. കാരണം യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശു കർത്താവ് ഈ ഭൂമിയിൽ കാലുകുത്തിയത് എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാനാണ്. ബൈബിൾ പറയുന്നു, സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. That means gospel is a good news. ഞാൻ എല്ലാവരോടും പറയും, ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്. സഹോദര, നിന്നെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു, പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. തന്നെയുമല്ല, പൗലോസ് പോൾ തിമോത്തിയോട് പറഞ്ഞു, ഗോഡ്ലിനെസ് ഈസ് profitable for this life and the life to come. That means ഈ ലോകത്തിലെ ജീവിതത്തിനും വരുവാനുള്ള ലോകത്തിലെ ജീവിതത്തിനും ദൈവഭക്തിയോടുകൂടിയുള്ള ജീവിതം വളരെ പ്രയോജനകരമാകുന്നു. കാരണം ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ പുതിയ സൃഷ്ടിയാണ്. അവനെ ദൈവം വീണ്ടും ജനിപ്പിച്ച് ഒരു പുതിയ സൃഷ്ടിയാക്കുന്നത് എങ്ങോട്ടാണ്? കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിലേക്ക്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, അത് ആത്മാവിൻ്റെ ശക്തിയും സന്തോഷവുമാണ്. അവിടെ ദൈവം ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് വേണ്ട നന്മകളും അനുഗ്രഹങ്ങളും നമ്മളെ പിന്തുടരും. നാം അതിൻ്റെ പുറകെ പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. Seek ye first the kingdom of God and his righteousness and all these things shall be added unto you. നിങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിലെ കാര്യങ്ങളും ദൈവം ക്രമപ്പെടുത്തും. എന്നാൽ സകലത്തിനും ഉപരിയായി യേശുവാണ് നമുക്ക് വലുത്. കർത്താവിനോട് പറ്റിയിരിക്കാം. 91 സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്കറിയാം, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഹല്ലേലൂയ ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ. അപ്പോൾ ഉയർത്തുവാനും വിടുവിക്കുവാനും കഷ്ടതയിലായിരിക്കുമ്പോൾ നമ്മളോട് സംസാരിക്കുവാനും രോഗത്തിന് സൗഖ്യം തരുവാനും പാപത്തിന് മോചനം തരുവാനും ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ആ ദൈവമാ ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പാപം ക്ഷമിച്ചു. പാപത്തെ ക്ഷമിക്കുവാൻ കഴിയുന്ന ആർക്കാണ്? ദൈവത്തിനാണ്. അതുകൊണ്ടാണ് അവരെ എതിർത്തത്. കാരണം ക്രിസ്തു ദൈവമാണെന്നുള്ള അംഗീകരണം അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർക്ക് ചിന്തിക്കാൻ കൂടി വയ്യായിരുന്നു. അതുകൊണ്ടാണ് മനുഷ്യപുത്രനും ദൈവപുത്രനുമായിട്ട് കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചത്. യെസ്, ദൈവമാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ദൈവത്തെ കൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ല. പാപത്തെ ക്ഷമിക്കുന്നു, രോഗത്തിന് സൗഖ്യം കൊടുക്കുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു, വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നു. ആമേൻ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം, കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ലൈഫ് ആൻഡ് റിസറക്ഷൻ. ജീസസ് തന്നെ തൻ്റെ വായിൽ നിന്ന്, യേശുപ്പച്ചൻ്റെ വായിൽ നിന്നാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ ജീവൻ എന്താണ്? ജീവൻ നിത്യജീവൻ നമ്മുടെ ഉള്ളിലാക്കിയിരിക്കുകയാണ്. ആത്മാവിനെ ദൈവം നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം, യേശുവിൻ്റെ നാമത്തിലാണ് എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും ഏറ്റുപറയും. ഭൂമിയിൽ ജനിച്ച് ജീവിച്ച സകല മനുഷ്യരും ഒരു നാൾ ഏറ്റുപറയും യേശു ദൈവമാണെന്ന്. ഏറ്റവും നല്ലത് ഇപ്പോൾ തന്നെ അത് ഏറ്റുപറയുക. ഇപ്പോഴാണ് രക്ഷാ ദിവസം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ ജീവിതം വെച്ച് കളിക്കരുത്. ഒരു ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ തീർന്നാൽ നമ്മുടെ നിത്യത നാം എവിടെ ചെലവഴിക്കും? എല്ലാവരും ഒന്ന് ചിന്തിക്കണം. 20, 30 വയസ്സ്, 40 വയസ്സുകളിലൊന്നും പലപ്പോഴും പലരും ഇത് ചിന്തിക്കത്തില്ല. എന്നാൽ പ്രായം മുമ്പോട്ട് പോകുമ്പോൾ പരിജ്ഞാനവും ലോകപരിചയമൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ കുറേയധികം ആളുകൾ ചിന്തിച്ചു തുടങ്ങും, ഇനിയൊരു ജീവിതം അതെങ്ങനെയാണ്? ബൈബിളിൽ അതിനെല്ലാം ആൻസറുണ്ട്. ഒരുവൻ ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടവരാകുന്നു. അപ്പോൾ നമുക്ക് അവർക്ക് അതിനുള്ള തെളിവുകൾ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ലാസറിൻ്റെയും ധനവാന്റെയും കാര്യം. ഈ ലോകത്തിൽ ഇഷ്ടം പോലെ ജീവിച്ചു, തിന്നു, പൊളച്ചു. എന്നാൽ ആ ധനവാൻ മരിച്ചപ്പോൾ എങ്ങോട്ട് പോയി? യാതനാ സ്ഥലത്തേക്ക് പോയി. എന്നാൽ ലാസർ തൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആ ലാസർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാൻ ബൈബിളിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഈ ഉപമകളൊക്കെ നമ്മളെ വിളിച്ചറിയിക്കുന്നത് എന്താണ്? പ്രൈസ് ഗോഡ്. ബുദ്ധിയുള്ളവരായിരിക്കണം. ഗെറ്റ് വിസ്ഡം, ഗെറ്റ് നോളജ്, ഗെറ്റ് ദ നോളജ് അബൌട്ട് ഗോഡ്, ഗെറ്റ് ദ നോളജ് അബൌട്ട് ഹെവൻ, ഗെറ്റ് ദ നോളജ് അബൌട്ട് ഇറ്റേണൽ ലൈഫ്, ഗെറ്റ് ദ നോളജ് അബൌട്ട് ട്രിനിറ്റി. ഇതൊക്കെ നാം കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യും? പ്രൈസ് ഗോഡ്, നമുക്കിഷ്ടമുള്ള പോലെയൊക്കെ പറഞ്ഞ് ജീവിക്കുവാൻ
നമ്മൾ ശ്രമിക്കും, അനേകരെ കളിപ്പിക്കുവാനും നോക്കും. എന്നാൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവത്തിൻ്റെ വചനം മാറത്തില്ല. പ്രൈസ് ഗോഡ്. ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് വെരി സൂൺ. ലോക സംഭവങ്ങൾ മുഴുവൻ നമ്മളെ വിളിച്ചറിയിക്കുന്നതാണ്. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും സകല പ്രവചനങ്ങളും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ നമ്മൾ കാണുന്നു. അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ നമുക്കറിയാം. ഒരു വാച്ച് ക്ലോക്ക് പോലെ ഇസ്രായേൽ ഈ ലോകത്തിന് മുമ്പിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മത് ബൈബിള് പഠിക്കുന്നവർക്കറിയാം. ഇതിലെ പ്രവചനങ്ങളെല്ലാം അതിലേക്ക് വിരൽ ചൂണ്ടിട്ടുണ്ട്. യേശു കർത്താവ് എപ്പോൾ വരും? അതിൻ്റെ അന്ത്യകാലത്തിൻ്റെ ലക്ഷണം എന്താണ്? എവിടെയാണ് വരുന്നത്? എങ്ങനെയാണ് വരുന്നത്? ഇതെല്ലാം ബൈബിളിലുണ്ട്. ബൈബിൾ വായിച്ചില്ലെങ്കിൽ എങ്ങനെ നിങ്ങളിത് മനസ്സിലാക്കും? ഒലിവുമലയിൽ കാലുകുത്തും, ഒലിവുമല രണ്ടായിട്ട് പിളരും. അത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് തന്നെ ഇവിടെ റാപ്ചർ നടക്കും. ദൈവത്തിൻ്റെ മക്കൾ ഇവിടുന്ന് പോകും. കുഞ്ഞാടിൻ്റെ കല്യാണപ്പന്തലിലേക്ക് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ പോകും. ഈ ഭൂമിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇവിടുന്ന് പോയി കഴിയുമ്പോൾ, തടയുന്നവൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ആൻറ്റി ക്രൈസ്റ്റ് ഇവിടെ എൻട്രി ചെയ്യും. 7 വർഷക്കാലം ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണം ഇവിടെ നടക്കും. ആദ്യത്തെ 3.5 വർഷക്കാലം വളരെ സുഖമായിട്ടും ഒക്കെ തോന്നും. എന്നാൽ ആ ഒരു സമയത്ത് അവർ ഇസ്രായേലുമായിട്ട് ഉടമ്പടിയിൽ എത്തിത്തരും. എല്ലാവരും സമാധാനം സമാധാനം എന്ന് പറയും. അപ്പോൾ പക്ഷേ ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ എന്നത്രേ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ബൈബിൾ വായിക്കുക. ഇസ്രായേൽ ഒരു രാഷ്ട്രമായി തീരുമോ? അത് ബൈബിളിലുണ്ട്. അതുപോലെ അത് യെഹെസ്കേൽ പ്രവചനത്തിലുണ്ട്. 37-ാമത്തെ അധ്യായം മുതൽ നിങ്ങൾ അങ്ങോട്ട് വായിക്കണം. അവരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കരകയറ്റി ഒരു രാജ്യത്ത് എത്തിക്കുമെന്നുണ്ട്. ആ രാജ്യത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ആ രാജ്യം എവിടെയാണെന്നുണ്ട്. എതിരാളികൾ എവിടെ നിന്നാണ് വരുന്നതെന്നുണ്ട്. അതിൻ്റെ ഗ്ലിംസൊക്കെ റഷ്യയും അതുപോലെ പേർഷ്യയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ പോലും ബുദ്ധിയുള്ളവരായി ഇത് ചെവിക്കൊള്ളാതെ ലോകം ഒരു വശത്തേക്ക് നീങ്ങുകയാണ്. എന്നാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ജാതി മത വ്യത്യാസമില്ലാതെ സകലർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിട്ടുണ്ട്. ദൈവവൈതലേ, നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ യേശു കർത്താവ് മടങ്ങി വരുവാൻ സമയമായി. അതിനു മുമ്പ് ഒരു ഉണർവിന് വേണ്ടി, ഒരു ഹല്ലേലൂയ, ഒരു അന്ത്യകാല ഉണർവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിൻ്റെ ശരിക്കുള്ള ഒരർത്ഥം പറഞ്ഞാൽ ഹോളിനെസ് ആണ്. ഹോളിനെസ് എന്ന് പറയുമ്പോൾ അതൊരു സാക്രമോണിയൽ റിലീജിയസ് തിങ് അല്ല. നമുക്കറിയാം, അതിനുവേണ്ടി ലോകം വിട്ട് ഹിമാലയത്തിൽ പോയിരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വസ്ത്രം മാത്രം ധരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വേയിലൂടെ മാത്രം ജീവിക്കുന്നു. അതല്ല. ശരിക്കുള്ള ഹോളിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഫ്രം ദ തിങ്സ് ഓഫ് ദ വേൾഡ് നമ്മൾ മാറുകയാണ്. ടു സെപ്പറേറ്റ് യുവർ സെൽഫ് ഇൻ 2 ways ഫ്രം ദ തിങ്സ് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് ഒന്ന് മാറ്റുക. ഞാൻ പറഞ്ഞല്ലോ, കിങ്ഡം ഓഫ് ഗോഡിൽ നല്ല ഒന്നാന്തരം ഒരു ലൈഫുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഇവിടെ പ്രൊവിഷൻ ഉണ്ട്, ഇതിൻ്റെ അകത്ത് ദൈവ സാന്നിധ്യമുണ്ട്. സോ യു ഹാവ് ടു സെപ്പറേറ്റ്. ഈ ലോകത്തിൻ്റെ വഴിയിലൂടെ പോകരുത്, മറിച്ച് ദൈവ സാന്നിധ്യത്തിനുള്ളിൽ വരിക. 2, ടു ദ തിങ്സ് ഓഫ് ഗാഡ്. സെപ്പറേറ്റ് ചെയ്യുക. യേശുവിൻ്റെ ദൈവത്തിൻ്റെ വിഷയങ്ങളിലേക്ക് രാപ്പകൽ ധ്യാനിക്കുന്നവരായി നാം മാറുകയാണ്. 1-ാം സങ്കീർത്തനം വായിച്ചാൽ പോരെ. ഇറ്റ്സ് എ സെപ്പറേഷൻ, ഇറ്റ്സ് എ ഹോളിനെസ്. അവിടെ പറഞ്ഞിരിക്കുന്നു. ആമേൻ. വിശുദ്ധി എന്ന് കേൾക്കുമ്പോൾ വിശുദ്ധിയുടെ മാനദണ്ഡങ്ങൾ മാനുഷികമല്ല, അത് ദൈവീകമാണ്, അത് ദൈവീക ബന്ധമാണ്. ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, യേശുവേ എന്ന് വിളിക്കുമ്പോൾ കണ്ണുകൾ നിറയുന്ന ഭക്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്നേഹം കൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതത്ര റിലേഷൻഷിപ്പ്. ഹല്ലേലൂയ. പലപ്പോഴും നിങ്ങൾക്കത് ഒരാളതിനെതിരെ പ്രസംഗിച്ചു. എന്നാൽ ഞാൻ സങ്കടത്തോടു കൂടി പറയട്ടെ, പലപ്പോഴും ഞാനത് എൻ്റെ മകൻ്റെ കണ്ണിൽ തന്നെ കണ്ടിട്ടുണ്ട്. ചില സമയത്ത് ചില കാര്യങ്ങൾ സ്നേഹത്തോടു കൂടി പറയുമ്പോൾ, അരിശത്തോടുകൂടിയ വാശിയോടുകൂടിയല്ല, ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അനേകർ അവരുടെ പിതാക്കന്മാരുടെ കാര്യം, മാതാക്കന്മാരുടെ കാര്യം അവർക്ക് വേണ്ടി സഫർ ചെയ്തതും അവരുടെ സ്നേഹവുമൊക്കെ കണ്ണുനീരിലൂടെ അവരെ കണ്ണുനീർ തുള്ളിയായിട്ട് അതിൻ്റെ ഉത്തരം അവർ നൽകിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതത്രേ സ്നേഹം. പൗലോസ് കരഞ്ഞിട്ടുണ്ട്, അനേക നാളുകൾ കരഞ്ഞിട്ടുണ്ട്, കണ്ണുനീരോടുകൂടി ഇരുന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കണ്ണുനീരും സന്തോഷവും റിജോയ്സ്
ടീയേഴ്സും എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. പ്രൈസ് ഗോഡ്. ആ കണ്ണുനീര് പരാജയത്തിൻ്റെ കണ്ണുനീരല്ല, പ്രൈസ് ഗോഡ്, സങ്കടത്തിൻ്റെ കണ്ണുനീരല്ല, അത് സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ്, അത് ആനന്ദത്തിൻ്റെ കണ്ണുനീരാണ്, അത് ദൈവിക ബന്ധത്തിൻ്റെ കണ്ണുനീരാണ്, അത് ദൈവം കൊടുക്കുന്ന സൗഖ്യത്തിൻ്റെ മുമ്പിൽ, ദൈവം കൊടുക്കുന്ന സമാധാനത്തിൻ്റെ മുമ്പിൽ, അത് ദൈവം കൊടുക്കുന്ന പ്രത്യാശയുടെ മുമ്പിൽ, അത് ദൈവിക അനുഭവമാണ്. അത് അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവേ എന്ന് വിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ കണ്ണുനീര്, അവരുടെ തലമുറയെ ഓർത്ത് അവർ കരഞ്ഞിട്ടുണ്ട്. ആ ദൈവത്തെ അറിയുവാനുള്ള വാഞ്ച കൊണ്ട് ആ തലമുറയ്ക്ക് വേണ്ടി അവർ കരയുന്നത് കണ്ടിട്ടുണ്ട്. ആ മുട്ടിന്മേലിരുന്നുള്ള കരച്ചില്, ആ രാവിലെയുള്ള അവരുടെ പ്രാർത്ഥന, ആ സന്ധ്യാനേരത്തുള്ള അവരുടെ പ്രാർത്ഥന, ഇതൊന്നും ദൈവം അതിനെ മറികടക്കുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. അത് ഒരു വലിയ ചേഞ്ച് പല തലമുറകളുടെയും ജീവിതത്തിൽ ഞാൻ കാണുന്നുണ്ട്. പ്രൈസ് ഗോഡ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതത്ര ഒരു സെപ്പറേഷൻ, യേശുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടിയുള്ളൊരു സെപ്പറേഷൻ. ദാനിയേലിന് ആ സെപ്പറേഷൻ ഉണ്ടായിരുന്നു. ആമേൻ. അതുകൊണ്ട് എന്തു വേണ്ടി? ദാനിയേൽ, പ്രൈസ് ഗോഡ്, ദാനിയേൽ സ്റ്റാൻഡ്സ് ടോൾ ഇൻ ദ ഗാലറി ഓഫ് ഗോഡ്സ് റിമാർക്കബിൾ സെർവൻസ്. ദാനിയേൽ ഉയർന്നു നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ്? യോസഫ് ഉയർന്നു നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ്? പൗലോസ് ഉയർന്നു നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ്? they stands tall because why? ഹല്ലേലൂയ, അവരവരെ സെപ്പറേറ്റ് ചെയ്തു ഫ്രം ദ തിങ്സ് ഓഫ് ദ വേൾഡ്. അവരുടെ ഉള്ളിലുണ്ടായിരുന്നു, വി ആർ നോട്ട് ഓഫ് ദിസ് വേൾഡ്, വി ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ്. ഞങ്ങൾ ഈ ലോകത്തിനുള്ളവരല്ല, ഞങ്ങൾ യേശുവിനുള്ളവരാണ്. ടു ദ തിങ്സ് ഓഫ് ഗോഡ്. അതെ, അതിലൂടെ ആ ചവിട്ടുപടികൾ കയറിയ ശേഷമാണ് പൗലോസ് വിളിച്ചു പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? ആ ഒരു വലിയ ദൈവിക ബന്ധത്തിലേക്ക് നമുക്ക് നീങ്ങാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വേണ്ടാത്ത ഹാബിറ്റുകളൊക്കെ ബ്രേക്ക് ചെയ്ത് കളയുക. നമ്മുടെ അഫെക്ഷൻസ് നാം ആണ് കൂടുതലായിട്ടുള്ളത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കുക. നാം അങ്ങനെ നിന്നു കഴിഞ്ഞാൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരു വലിയ പ്രതിഫലം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഹോളിനെസ് ഈസ് ലിവിങ് അൺടു ഗോഡ്. നമുക്കറിയാം, അതിന് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാമത്തെ വാക്യം, മേക്ക് എവറി എഫേർട്ട് ടു ലീവ് ഇൻ പീസ് വിത്ത് എവരി വൺ ആൻഡ് ടു ബി ഹോളി. വിതൗട്ട് ഹോളിനെസ് നോ വൺ വിൽ സീ ഗോഡ്. ഹല്ലേലൂയ. സീ ദ ലോർഡ്. നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല വിശുദ്ധീകരണം കൂടാതെ. വിശുദ്ധിയുടെ മാനദണ്ഡം പറഞ്ഞല്ലോ, അതൊരു പർട്ടിക്കുലർ ഡ്രസ്സിങ്ങോ ഒരു പർട്ടിക്കുലർ ഒരു മെൻറ്റാലിറ്റി മാത്രമല്ല, മറിച്ച് ഹല്ലേലൂയ, അത് ദൈവികമായിട്ടുള്ള ഒരു വലിയ സ്നേഹബന്ധമാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് അതിലേക്ക് മാറണം. കാരണം ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. അതുമാത്രവുമല്ല, നാം തിരിച്ചറിയണം ഹൂ വി ആർ ഇൻ ജീസസ് ക്രൈസ്റ്റ്. നാം ക്രിസ്തുവിൽ ആരാണ്? നാം ക്രിസ്തുവിൽ ജയാളികളാണ്. നാം ക്രിസ്തുവിൽ ആരാണ്? നാം ദൈവത്തിൻ്റെ മക്കളാണ്. നാം ക്രിസ്തുവിൽ ആരാണ്? ലോകത്തെ ജയിച്ചവരാണ്. നാം ക്രിസ്തുവിൽ ആരാണ്? നാം സ്വർഗീയന്മാരാണ്. പ്രൈസ് ഗോഡ്. നാം ക്രിസ്തുവിൽ ആരാണ്? വി ആർ ഓൺ ദ വേ ടു ഹെവൻ. എല്ലാ ബോൺ അഗെയിൻ വീണ്ടും ജനിച്ച ദൈവമക്കളും സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയിലാണ്. എന്നാൽ പലർക്കും അത് എൻജോയ് ചെയ്യുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ പോക്കിൻ്റെ ഇടയിൽ ഈ ലോകം പറയുന്നത് അവർ കേൾക്കുവാൻ അവരുടെ മനസ്സ് വിട്ടുകൊടുക്കുന്നു. എന്നാൽ വേർഡ് അത് മാറ്റിയിട്ട് ഇൻസ്റ്റഡ് അല്ല, യു ലിസൺ വാട്ട് ദ വേർഡ് സെയ്സ്, നോട്ട് ദ വേൾഡ്, വാട്ട് ദ വേർഡ് സെയ്സ്. വചനം എന്താണ് പറയുന്നത് അത് അനുസരിക്കുക. വചനം അത് അനുസരിക്കുന്നവൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആത്മീയമായി ആരോഗ്യവാനാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ചലഞ്ച് നിങ്ങളിന്ന് ഏറ്റെടുക്കുവാൻ റെഡിയാണോ? ഒന്ന്, നമ്മളെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തുക, ഒരു വലിയ ഉണർവിന് വേണ്ടി. രണ്ടാമത്, നാം ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുക, യേശു ദൈവപുത്രനാണ്. അതിനുള്ള തെളിവുകൾ ബൈബിളിലുണ്ട്. നിങ്ങളത് കണ്ടുപിടിച്ച് അത് നിങ്ങൾ പഠിക്കണം. നിങ്ങളോട് ചോദിക്കുന്നവരോട് നിങ്ങൾ ഉത്തരം പറയണം. 5-6 ക്വസ്റ്റ്യനുമായിട്ട് ഒരുപാട് പേര് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ പലപ്പോഴും വരുന്ന പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഒരുപാട് തിയോളജിയും കാര്യവും ഒക്കെ അറിയാവുന്നവർക്കറിയാം, ഇതൊരു കിൻഡർ ഗാർഡൻ ക്വസ്റ്റ്യൻ, നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ചോദ്യമുള്ളൂ, യേശു ദൈവമാണോ എന്ന്. അല്ലെങ്കിൽ തിരിച്ചിങ്ങനെ പറയാം, സീക്ക്, യേശു ദൈവമാണോ എന്ന് യേശുവിനോട് ചോദിച്ചു. വചനമുണ്ട് അതിന്, സീക്ക് then you will find. നീ അന്വേഷിക്കുക, അന്വേഷിച്ചാൽ നീ കണ്ടെത്തും. നീ യഥാർത്ഥത്തിലുള്ളൊരു സത്യാന്വേഷിയാണോ? നിന്റെ ജീവിതത്തിൽ ദൈവം ആരാണെന്ന് അറിയുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ബൈബിൾ വായിക്കുക.
യേശു ദൈവമാണെങ്കിൽ എന്നോടൊന്ന് ഇടപെടണമേ എന്ന്, ആഴത്തിലൊന്ന് ഇടപെടണമേ എന്ന്, ആത്മാവിലൊന്ന് ഇടപെടണമേ എന്ന് ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നീ ദൈവശബ്ദം കേൾക്കും. നീയും ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം കീഴ്മേൽ മറിഞ്ഞാലും ആ ബന്ധത്തിൽ നിന്ന് നമ്മളെ ഒരിക്കലും മാറ്റുവാൻ കഴിയത്തില്ല. ഫെയ്ത്ത്ഫുൾനെസ് ടു ഗാഡ് ഹാസ് എ റിച്ച് റിവാർഡ്. എപ്പോഴും ഓർക്കണം, ദൈവത്തോട് വിശ്വസയോടുകൂടി നാം ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ദൈവത്തിൻ്റെ നന്മയും വിശ്വസ്തതയും കരുണയും നമ്മളെ പിന്തുടരുവാൻ കഴിയും. ഓക്കെ, ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൈസ് ഗോഡ്. നമ്മൾ എന്ത് ചെയ്യണം? മെഡിറ്റേറ്റ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. മെഡിറ്റേറ്റ് മീൻസ് ടു തിങ്ക് അബൌട്ട് ഓവർ ആൻഡ് ഓവർ. ചിലരാണെങ്കിൽ വറിയിലാണ് അവർ മെഡിറ്റേറ്റ് ചെയ്യുന്നത്, അതിലാണ് അവർക്ക് PhD ഉള്ളത്. എന്നാൽ പ്രൈസ് ഗോഡ്, നാം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണം. ജോഷുവോട് പറഞ്ഞു, ഇത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. 1-ാം സങ്കീർത്തനം നിങ്ങൾ വായിക്കുക. ദുഷ്ടന്മാരുടെ ആലോചന നടക്കരുത്. യഹോവയുടെ ആ ന്യായപ്രമാണത്തെ നമ്മൾ എന്ത് ചെയ്യണം? രാപ്പകൽ ധ്യാനിക്കണം. ആമേൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെലവഴിക്കണം. യു ക്യാൻ ഇൻവെസ്റ്റ് യുവർ ടൈം ഇൻ പ്രയർ ആൻഡ് റീഡിങ് ബൈബിൾ. ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ദൈവവചനം നമ്മളോട് സംസാരിക്കും. കാരണം ദൈവവചനം ദൈവമാണ്. നിങ്ങളുടെ ഭാവിയും നിങ്ങളുടെ പാസ്റ്റും നിങ്ങളുടെ പ്രസൻറ്റും നിങ്ങളുടെ എല്ലാം ഫ്യൂച്ചർ മുഴുവൻ അറിയുവാൻ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ പോയില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ അത് മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. വചനം വായിക്കണം. ബൈബിളിന് നല്ലൊരു ഇമ്പോർട്ടൻസ് നിങ്ങളൊന്ന് കൊടുത്തു നോക്കിയേ. നിങ്ങളുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പുതുവഴികളെ ദൈവം കാട്ടിത്തരും. കാരണം ദ വേർഡ് ഓഫ് ഗോഡ് വിൽ ഗീവ് യു ഇൻസ്ട്രക്ഷൻ, കറക്ഷൻ. നമ്മളെ കറക്റ്റ് ചെയ്യും. നമുക്ക് ഇൻസ്ട്രക്ഷൻ തരും, നമുക്ക് ഗൈഡൻസ് തരും. തന്നെയുമല്ല, നമുക്കൊരു പ്രൊട്ടക്ഷൻ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ മേലുണ്ട്. അതുമാത്രമല്ല, ഒരു പെർഫെക്ഷൻ നമുക്ക് തരുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. ദൈവകരങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.